ഉണ്ടാവും. ഇല്ലുസ്ട്രേറ്ററും ഇൻഡിസൈനും കുറച്ചും കൂടി സിമിലാരിറ്റി ഉണ്ട്. ഓക്കെ, ഞാൻ ആ ടൂൾസ് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ടെക്സ്റ്റ് എല്ലാം നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ലൈൻ ടൂൾ എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ലൈൻ ഇടാൻ വേണ്ടിയിട്ടാണ്. ഒരു ലൈൻ ഇടേണ്ട ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ലൈൻ ഇടാം. കണ്ടോ, സ്ട്രോക്ക് ആയിരിക്കും വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, സ്ട്രോക്കിലാണ് നമ്മുടെ ലൈനിൻ്റെ കളർ വരുന്നത്. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ സ്ട്രോക്കിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. സെലക്ട് ചെയ്യുക, ഇത് സ്ട്രോക്കിൻ്റെ ചേഞ്ച് ചെയ്യണം. മുകളിൽ വന്നിട്ട് സ്ട്രോക്കിൻ്റെ കളർ ഏതാണോ ആ ഒരു കളറിലേക്ക് സെലക്ട് ചെയ്യാം. കണ്ടോ, അപ്പോൾ ലൈനിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് സ്ട്രോക്കിൽ പോയി കളറിൽ വന്നിട്ട് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ഫില്ല് കൊടുത്തിട്ട് കാര്യമില്ല. കണ്ടോ, ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണില്ല. വേറെ കൊണ്ടല്ല, ആ സ്ട്രോക്ക് ഇവിടുന്ന് പോയി. ഫില്ല് ചെയ്യാനുള്ളതായിട്ട് ഒബ്ജക്റ്റിൽ വേറെ ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇവിടെ കാണാത്തത്. അപ്പോൾ ഒരു വയർ ഫ്രെയിം ആയിട്ടായിരിക്കും അതിന് കാണുന്നത്. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് സ്ട്രോക്കിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി അതുപോലെ പെൻ ടൂൾ നമ്മൾ ഫോട്ടോഷോപ്പിലും പഠിച്ചിട്ടുണ്ട്, ഇല്ലുസ്ട്രേറ്ററിലും പഠിച്ചിട്ടുണ്ട്. ഫോട്ടോഷോപ്പിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സെലക്ഷന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നല്ല കർവായിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഫോട്ടോഷോപ്പിൽ പെൻ ടൂൾ യൂസ് ചെയ്തിരുന്നത്. ഇല്ലുസ്ട്രേറ്ററിലാണെങ്കിൽ നമ്മൾ ഓരോ ഒബ്ജക്റ്റ് വരയ്ക്കാനായിട്ട്, ക്യാരക്ടേഴ്സ് വരയ്ക്കാൻ, അങ്ങനെ എല്ലാത്തിനാണ് നമ്മൾ പെൻ ടൂൾ യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇൻഡിസൈനിലേക്ക് വന്നപ്പോഴും പെൻ ടൂൾ വെച്ചിട്ട് നമുക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇവിടെ സെലക്ഷൻ ഇല്ല, ഫോട്ടോഷോപ്പിലുള്ള പോലത്തെ സെലക്ഷൻ നമുക്ക് ഇൻഡിസൈനിൽ കിട്ടില്ല. ഇല്ലുസ്ട്രേറ്ററിൽ ചെയ്തിരുന്ന പോലെ നമുക്ക് ഒബ്ജക്ട്സ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും പെൻ ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇല്ലുസ്ട്രേറ്റർ പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാവും പെൻ ടൂൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഫോട്ടോഷോപ്പിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രീതി ഏകദേശം സെയിം തന്നെയാണ്. ഓരോ പോയിൻറ്റ്സ് ഇട്ട് ഡ്രോ ചെയ്തെടുക്കാൻ. പക്ഷേ അതിൻ്റെ യൂസ് വ്യത്യാസമുണ്ട് ഫോട്ടോഷോപ്പിന് വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ പെൻ ടൂൾ എടുക്കുക, ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് എടുക്കുക. ഇല്ലുസ്ട്രേറ്ററിലാണെങ്കിലും ഫോട്ടോഷോപ്പിലാണെങ്കിലും നമ്മൾ പഠിച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മളൊരു പോയിൻ്റ് ഡ്രാഗ് ചെയ്തു. അടുത്ത് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹാൻഡിൽ കട്ട് ചെയ്യണം. ഫോട്ടോഷോപ്പിൽ നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്തിട്ടാണ് ഹാൻഡിൽ കട്ട് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്തിരുന്നത് ആങ്കർ പോയിന്റിൽ. ഇവിടെ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇല്ലുസ്ട്രേറ്ററിലും നമുക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡിൽ കട്ടാവും. ഓക്കെ, ഷിഫ്റ്റ് പിടിച്ചിട്ടാണ് ഡ്രോ ചെയ്യണമെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നമ്മളൊരു ഷേപ്പ് ജസ്റ്റ് വെറുതെ വരയ്ക്കുകയാണ്. ഓക്കെ, ജോയിൻ ചെയ്തിട്ട് നമുക്കിതിന് കളർ ഫില്ല് ചെയ്യണം. ഇപ്പോൾ നമ്മൾ സ്ട്രോക്കിലല്ലേ കിടക്കുന്നത്, ഇവിടെ സ്ട്രോക്ക് മാത്രമാണ് കിടക്കുന്നത്. നമ്മൾ വരച്ചെല്ലാം സ്ട്രോക്കിലാണ്. കളർ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. വരച്ച ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് ഫില്ലിലേക്ക് വരാം. ഫില്ലൊന്ന് സെലക്ട് ചെയ്തിട്ട് ഫിൽ കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഏതാണോ നമുക്ക് കളർ വേണ്ടത് ആ കളർ സെലക്ട് ചെയ്യാം. ഇനി അതല്ല, ഇവിടെ കൊടുത്തിരിക്കുന്ന കളർ അല്ലാതെ നമുക്ക് കളറാണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്തിരുന്ന പോലെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കളർ പിക്ക് ചെയ്ത് കൊടുക്കുക. കളർ പിക്കറിൽ വരിക, കളർ പിക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഫിൽ കളറുണ്ട്, സ്ട്രോക്കുണ്ട്. നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യണം. അതായത് ഫില്ല് സ്ട്രോക്കിലേക്ക് മാറ്റണം, സ്ട്രോക്ക് ഫില്ലിലേക്ക് മാറ്റണം. കളേഴ്സ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. കണ്ടോ, സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. കണ്ടോ, നമുക്ക് ആദ്യം ഫില്ലുണ്ടായിരുന്നു, സ്ട്രോക്കിലേക്ക് ചേഞ്ചായി, സ്ട്രോക്കിലുണ്ടായിരുന്നു ഫില്ലിലേക്കും ചേഞ്ചായി. ഓക്കെ, അപ്പോൾ ഇൻഡിസൈനിൽ പെൻ ടൂളിൽ യൂസ് എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് ഒബ്ജക്ട്സ് ഡ്രോ ചെയ്യാനും അതുപോലെ ഏതെങ്കിലും ഷേപ്സ് ഒക്കെ വരച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു ഷേപ്പിനെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ടൂളിന് താഴെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉണ്ട്. അതിന് ഷോർട്ട് കീ എ ആണ്. ഓക്കെ, നമ്മളൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പോയിൻറ്റ്സ് ആണ്. അതായത് പെൻ ടൂളിൽ നമ്മൾ ഓരോ പോയിൻറ്റ്സ് നമ്മൾ ക്ലിക്ക് ചെയ്തായിരുന്നു, ആ പോയിൻറ്റ്സ് ആണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ, നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സൂം ചെയ്തിട്ട് ഓരോ പോയിൻറ്റ് സെലക്ട് ചെയ്യാം. ഞാൻ ഈ പോയിൻറ്റ് സെലക്ട് ചെയ്തപ്പോൾ ഒന്ന് ഫില്ലായി നിൽക്കുന്നുണ്ട്, ഒരു ബ്ലൂ കളറിൽ സെലക്ഷൻ ഇല്ലാത്തത് കണ്ടോ, ബ്ലാങ്ക് ആയിട്ട്. അപ്പം അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുക സെലക്റ്റഡ് ആണ്. ഒന്ന് സൂം ഔട്ട് ചെയ്യാം. ഇല്ലുസ്ട്രേറ്റർ പഠിച്ചവർക്കാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് ഹാൻഡിൽ പിടിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഒരു പോയിൻ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിലും നമുക്ക് ഈ ഹാൻഡിൽ എവിടെയൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ടോ ആക്റ്റീവ് ആയിരിക്കുന്ന ഹാൻഡിലെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ,
ഓക്കെ അല്ലേ? ഇനി അതുപോലെ നമുക്ക് ഒരു പോയിൻറ്റ്സ് ആഡ് ചെയ്യണം. ഇപ്പോൾ നമുക്കുള്ള പോയിൻറ്റ്സ് കൂടാതെ ഇപ്പോൾ ഇവിടെ ഒരു പോയിൻറ്റ്, ഇവിടെ ഒരു പോയിൻറ്റ്, ഇവിടെ ഒരു പോയിൻറ്റ്, അങ്ങനെ 3 പോയിൻ്റാണ് ഈ താഴെയുള്ളത്. അപ്പോൾ നമുക്കിതിൽ കൂടുതൽ പോയിൻറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെൻ ടൂളിൽ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ആങ്കർ പോയിൻറ്റ് സെലക്ട് ചെയ്യുക, ഇപ്പോൾ പാത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പാത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് സെലക്ഷൻ എടുക്കുക, എഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി പാത്തിൽ നമുക്കിത് പോയിൻ്റ് വേണ്ട, ആങ്കർ പോയിൻ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഡിലീറ്റ് ആങ്കർ പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ഡിലീറ്റ് ആങ്കർ പോയിൻ്റ് എടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോയിൻ്റ് ഡിലീറ്റ് ആയി. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ കൺവേർട്ട് ഡയറക്ഷൻ പോയിൻ്റ് ടൂൾ ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തു, ഞാനിപ്പോൾ ഈ ഒരു പോയിൻ്റ് സെലക്ട് ചെയ്തു. ഞാൻ ഈ ഒരു ഹാൻഡിലാണ് ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഹാൻഡിൽ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ തൊട്ടപ്പുറത്തുള്ള ഹാൻഡിലും ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്നുണ്ട്. കണ്ടോ? അപ്പോൾ എനിക്ക് ഒരു ചേഞ്ച് മാത്രം മതി, അതായത് ഒരു ഹാൻഡിൽ ചേഞ്ച് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരെ കൺവേർട്ട് ഡയറക്ഷൻ പോയിൻ്റ് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. കണ്ടോ? ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വരും. ഓക്കെ, ഈ ടൂൾസ് എല്ലാം ക്ലിയർ അല്ലേ?